അതുലേ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മള് പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങി. എന്തുവായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ന്യൂ നമ്പേഴ്സ്. അപ്പൊ ആ ന്യൂ നമ്പേഴ്സ് തുടങ്ങുന്നതിന് മുൻപ് നമ്മള് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കുറെ നമ്പറുകളൊക്കെ പരിചയപ്പെട്ടു. ഏതൊക്കെ നമ്പറുകളായിരുന്നു? കൗണ്ടിങ് നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജർ, റാഷണൽ നമ്പർ. എന്താണ്? അപ്പൊ അത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ന്യൂ നമ്പർ എന്ന് പറയുന്ന ഐഡിയയിലേക്ക് വന്നത്. അങ്ങനെ വരാനുള്ള ഒരു കാരണത്തിലാണ് നമ്മൾ അവിടെ തുടങ്ങിയത്. അതായത് നമ്മള് ഒരു സ്ക്വയർ പരിഗണിക്കുന്നു. ആരെ പരിഗണിക്കുന്നു? ഒരു സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് നമ്മൾ എത്ര ആയിട്ട് എടുത്തായിരുന്നു? ദേക്ക് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു 2 സ്ക്വയറുകളാണ് പരിഗണിച്ച്. ആദ്യം ഒരു സ്ക്വയർ അല്ലേ, നമ്മൾ നോക്കിയിരിക്കാം. ആദ്യം ഒരു സ്ക്വയർ, ഒരു സമചതുരം. ഈ സ്ക്വയറിന്റെ ഈ സമചതുരത്തിന്റെ ഡയഗണല് വികർണത്തിനെ സൈഡാക്കി എടുത്തുകൊണ്ട്, വശമാക്കി എടുത്തുകൊണ്ട് മറ്റൊരു സ്ക്വയർ വരച്ചിരിക്കുന്നു അല്ലേ. നമ്മൾ ചോദിച്ചു ഇവരുടെ ഏരിയ തമ്മിൽ വല്ല ബന്ധമുണ്ടോ നമ്മൾ നോക്കി. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്ന പരിപാടി? എന്തുവായിരുന്നു? ഇതിങ്ങനെ മുകളിലോട്ട് വരച്ചു അല്ലേ, ഇതിങ്ങനെ അങ്ങോട്ട് വരച്ചു. അപ്പോ 1, 2, 3, 4, 5 അല്ലേ, 5 റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. അതിൽ 2 റൈറ്റ് ട്രയാങ്കിൾ ചെറുതിനകത്തിലുണ്ട്, 4 വലുതിനകത്തിലുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ചെറുതിന്റെ ഏരിയയുടെ പരപ്പളവിന്റെ 4 ഇരട്ടിയാണ്, ട്വൈസ് ആണ് ആരുടേത്? വലുതിന്റെ എന്ന് പറഞ്ഞു. അത്രയല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ. നമ്മൾ പറഞ്ഞു ചെറുതിന്റെ ഒരു സൈഡ് നമ്മൾ എത്ര ആയിട്ട് എടുത്തു? 1 ആയിട്ട് എടുത്തു. ചെറുതിന്റെ ഒരു സൈഡ് എത്ര ആയിട്ട് എടുത്തു? അങ്ങനെ എടുക്കുമ്പോ ആ ചെറിയ സ്ക്വയറിന്റെ, ചെറിയ സമചതുരത്തിന്റെ ഒരു വശം, ഒരു സൈഡ് നമ്മൾ എത്ര എടുത്തു? 1 ആയിട്ട് എടുത്തു. എത്ര എടുത്തു? എന്നിട്ട് അതിന്റെ ആരെ കണ്ടുപിടിച്ചു? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചു. ആരെ കണ്ടുപിടിച്ചു? ആ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് എത്ര നമുക്ക് കിട്ടിയായിരുന്നു? √2 എന്ന് കിട്ടിയത്. എത്ര കിട്ടിയായിരുന്നു? ഈ √2 എന്ന് പറയുന്ന സംഖ്യയുടെ വിലയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ നിർത്തിയത്. 1 ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ്. അയാൾ മറ്റ് 2 വശങ്ങളെക്കാൾ നീള കൂടുതലുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ √2ന്റെ വില എത്രനേക്കാൾ കൂടുതലായിരിക്കും? ബാക്കി 2 വശവും 2 ഒന്ന് തന്നെയല്ലേ. ഇപ്പൊ എത്രനേക്കാൾ കൂടുതലായിരിക്കും? 1നേക്കാൾ കൂടുതലായിരിക്കും. എത്രനേക്കാൾ കൂടുതലായിരിക്കും? 1നേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ √2ന്റെ വില എത്രനേക്കാൾ കൂടുതലാണ്? 1നേക്കാൾ കൂടുതലാണ്. എത്രനേക്കാൾ കൂടുതലാണ്? ഇനി 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം, നമ്മള് ഒരു ട്രയാങ്കിളിലെ, ഒരു ത്രികോണത്തിലെ 2 വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 3ാമത്തെ വശത്തിനേക്കാൾ ചെറുതായിരിക്കണം. 3ാമത്തെ വശത്തിനേക്കാൾ ഒന്നുകൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ആ 2നേക്കാൾ ചെറുതായിരിക്കണം. ആര്? 3ാമത്തെ വശം. എന്ന് പറഞ്ഞാൽ ഈ √2ന്റെ വില എത്രനേക്കാൾ ചെറുതായിരിക്കും? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ √2 എന്ന് പറയുന്ന സംഖ്യയുടെ വില നമുക്കറിയാവുന്ന 1നേക്കാൾ വലുതും 2നേക്കാൾ, 1നേക്കാൾ വലുതും 2നേക്കാൾ, ഇത്രയല്ലേ ദയ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്? എന്നിട്ട് നമ്മൾ ചെയ്ത പരിപാടി 1നേക്കാൾ വലുതും 2നേക്കാൾ ചെറുതുമായ കുറച്ച് നമ്പറുകൾ എടുത്തിട്ട് അവരുടെയൊക്കെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കി.
അങ്ങനെ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരൊറ്റ നമ്പറിന്റെ പോലും സ്ക്വയർ എത്ര എന്ന് വരുന്നില്ല, രണ്ടെന്ന് വരുന്നില്ല. എത്ര എന്ന് വരുന്നില്ല? ഒന്നുകൂടെ, ഒന്നിനും രണ്ടിനും ഇടയിൽ വരുന്ന കുറെ ഫ്രാക്ഷൻസ്, നമ്മൾ 2-3 ഫ്രാക്ഷൻ എടുത്തു. നമ്മൾ അതിന്റെ എല്ലാം എന്തെടുത്തു നോക്കി? സ്ക്വയർ എടുത്തു നോക്കി. സ്ക്വയർ എടുത്തപ്പോ ആ നമ്പറുകൾ ഒന്നും എന്തിനോട് ഈക്വൽ അല്ല? രണ്ടിനോട് ഈക്വൽ അല്ല. എന്തിനോട് ഈക്വൽ അല്ല? രണ്ടിനോട് ഈക്വൽ അല്ല. കേട്ടോ നോട്ട്? The square of any fraction is not equal to, നിങ്ങൾ ലോകത്തിൽ പോയി ഏത് ഫ്രാക്ഷൻ വേണമെങ്കിലും എടുത്തോ, പക്ഷെ അതിന്റെ സ്ക്വയർ എടുത്താൽ ഒരിക്കലും അത് എത്ര ആകത്തില്ല? 2 ആകത്തില്ല. ഒന്നാമത്തിലോട്ട് മനസ്സിലായല്ലോ? ഏത് ഫ്രാക്ഷന്റെ സ്ക്വയർ എടുത്താലും നിങ്ങൾക്ക് ഉത്തരം എത്ര എന്ന് കിട്ടത്തില്ല? 2 എന്ന് കിട്ടത്തില്ല. രണ്ടാമത്തിനോട്ട് നമ്മൾ എന്ത് എഴുതി വെച്ചേക്കുന്നത്? എക്സ്പ്രസ്ഡ് ആസ് എ, നോക്കാം. നമ്മളൊരു സ്ക്വയർ പരിഗണിക്കുന്നു. ഈ സ്ക്വയറിന്റെ ഒരു വശം, ഒരു സൈഡ് എത്ര ആണെന്ന് വിചാരിക്കാം? 1 വിചാരിക്കാം. സെന്റിമീറ്റർ എന്നോ മീറ്റർ എന്നോ വല്ല പറയുന്നുണ്ടോ? ഇല്ല. 1 യൂണിറ്റ്. സെന്റിമീറ്റർ ആകാം, മീറ്റർ ആകാം. നിങ്ങൾ ഈ സ്ക്വയറിന്റെ, ഈ സമചതുരത്തിന്റെ ഡയഗണൽ വികർണം കണ്ടുപിടിക്കുക എന്ന് വിചാരിക്കാം. കണ്ടുപിടിക്കുന്ന വിചാരിക്കാം. അത് ഓൾറെഡി നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? √2. ഇതൊരിക്കലും നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല? ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പറുകൾ എവിടെ ഉണ്ട്? പ്രാക്ടിക്കൽ ലൈഫിലുണ്ട്. ഒന്നുകൂടെ, ഈ 1 മീറ്റർ നമുക്കറിയാവുന്ന ആളുകളാ. 1 മീറ്റർ സൈഡുള്ള സ്ക്വയർ അത് നമുക്ക് പരിചയമുള്ള ആളാ. പക്ഷേ അയാൾക്കൊരു ഡയഗണൽ വരച്ചിട്ട് ആ ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിച്ചപ്പോ കിട്ടിയ നമ്പർ എന്ത് നമ്പർ അല്ല? ഫ്രാക്ഷൻ അല്ല. എന്ത് നമ്പർ അല്ല? എന്ത് നമ്പർ അല്ല? അപ്പൊ 2 നോട്ട് പിടി കിട്ടിയല്ലോ. ഒന്നുകൂടെ വായിച്ച. ഫസ്റ്റ് നോട്ട് എന്താണ്? ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു, ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ എത്രനോട് ഈക്വൽ അല്ല? 2 ഈക്വൽ അല്ല. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? ദ ലെങ്ത് ഓഫ് എ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 യൂണിറ്റ് cannot be expressed as a fraction. അത്രയും വരെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? എത്ര ഓക്കെ ആണോ? ഓക്കെ. ഇനി സെക്ഷൻ 2ലേക്ക് പോവാം. എന്താ സെക്ഷൻ 2ന്റെ പേര്? മെഷേഴ്സ് ആൻഡ് നമ്പേഴ്സ്. നോക്കിക്കോളൂ. സെക്ഷൻ 2 മെഷേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഒന്നുമില്ല, നമ്മൾ ഒരു സ്ക്വയർ പരിഗണിക്കുന്നു, ഒരു സമചതുരം പരിഗണിക്കുന്നു. ഒരു സ്ക്വയർ പരിഗണിക്കുന്നു. ഈ സ്ക്വയറിന്റെ ഏരിയ, പരപ്പളവ്, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, 2 സ്ക്വയർ യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. ഈ സ്ക്വയറിന്റെ, ഈ സമചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് എത്രയെന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊരു സൈഡ് ഉണ്ടാവുമല്ലോ. ഒരു സൈഡ് വെച്ചല്ലേ സ്ക്വയർ വരയ്ക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു സൈഡ് എ ആണെന്ന് വിചാരിക്കും. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നോട്ടിൽ വായിച്ചാൽ മതി. ഒരു സൈഡ് തൽക്കാലത്തേക്ക് എന്താണെന്ന് വിചാരിക്കുന്നു? എ. ബ്രാക്കറ്റിൽ സപ്പോസ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ ഏരിയ എന്ത് വരും? സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ ഏരിയ എന്ത് വരും? എ സ്ക്വയർ. അപ്പൊ അങ്ങനാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എ സ്ക്വയർ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റൂ? ഒന്നുകൂടെ. സ്ക്വയറിന്റെ ഒരു സൈഡ് എ. സ്ക്വയറിന്റെ ഏരിയയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 2 സ്ക്വയർ യൂണിറ്റ്. സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ ഏരിയ എന്ത് വരും? ഏരിയ എന്ത് വരും? എ സ്ക്വയർ. അപ്പൊ എ സ്ക്വയറിന്റെ വില എത്ര കിട്ടി? 2. എ സ്ക്വയറിന്റെ വില 2 ആണെങ്കിൽ എയുടെ വില എന്തോ വരും? √2 എന്ത് വരും? അപ്പൊ എന്ന് പറഞ്ഞാൽ
നമ്മുടെ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? √2 യൂണിറ്റ്. എത്ര 2 യൂണിറ്റ് ആണ്? √2 യൂണിറ്റ്. ഇതെന്റെ അടുത്ത നോട്ട് കിടക്കുന്നുണ്ട്, വായിച്ചാട്ടെ. ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 2 സ്ക്വയർ മീറ്റർ ഈസ് √2 മീറ്റർ. അതായത് ഒരു സ്ക്വയറിന്റെ ഒരു സമചതുരത്തിന്റെ ഏരിയ പരപ്പളവ് എത്ര ആണെങ്കിൽ 2 സ്ക്വയർ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു സൈഡിന്റെ നീളം എത്ര ആയിരിക്കും? √2 മീറ്റർ ആയിരിക്കും. ഒന്നുകൂടെ, ഒരു സ്ക്വയറിന്റെ ഒരു സമചതുരത്തിന്റെ ഏരിയ പരപ്പളവ് 2 സ്ക്വയർ യൂണിറ്റ് ആണെങ്കിൽ ആ സ്ക്വയറിന്റെ ആ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം, ഒരു സൈഡിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? √2 ആയിരിക്കും. എത്ര ആയിരിക്കും? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഓക്കെ, കറക്റ്റ് ആയോ? ഓക്കെ, ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 24 കിടപ്പുണ്ട്. 24 22 കിടപ്പുണ്ട് ഈ നോട്ട്. ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 2 സ്ക്വയർ മീറ്റേഴ്സ് ഈസ് ഉണ്ടോ? √2 മീറ്റേഴ്സ് നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇനി ഇങ്ങോട്ട് നോക്കിയിരിക്കാം. നോക്കിക്കോളൂ, നമ്മള് ഒരു വാല്യൂ പഠിക്കാൻ പോവാം. എന്ത് പഠിക്കാൻ പോവാണ്? സത്യത്തിൽ ആ വില അങ്ങ് പഠിച്ചാൽ മതി. നിങ്ങളുടെ പുസ്തകത്തിൽ അതെങ്ങനെ കിട്ടി എന്നത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിലയൊന്നും കാണാൻ പഠിച്ചു നോക്കണം. വെച്ചാൽ എങ്ങനെ കിട്ടി എന്നുള്ളതും കാണാൻ പഠിച്ചു നോക്കണ്ട, ഈ വില മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇങ്ങോട്ട് നോക്കിയിരുന്ന എല്ലാവരും 1.4. 1 പോയിന്റ്, എല്ലാരും ഇവിടെ നോക്കിയിരിക്കുക. 1.4. അടുത്തത് 1.41. 1 പോയിന്റ്. അടുത്തത് 1.414. 1 പോയിന്റ്. അടുത്തത് 1.4142. അടുത്തത് 1.4142. ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. എവിടെ തുടങ്ങിയത്? 1.4. അടുത്തത് 1 പോയിന്റ്. അടുത്തത് 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 പേടിക്കണ്ട. അവര് ഈ നമ്പറിന്റെ ഒക്കെ സ്ക്വയർ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നമ്പറിന്റെ ഒക്കെ സ്ക്വയർ 1.4ന്റെ സ്ക്വയർ 1.96. 1.41ന്റെ സ്ക്വയർ 1.9881. അടുത്തത് 1.396. അടുത്തത് 1.9996164. അടുത്തത് 1.999989921 ഉണ്ടോ? ഇത് എങ്ങോട്ടായി പോക്കെന്ന് വല്ല മനസ്സിലാവുന്നുണ്ട്? ഇല്ല, ഉറപ്പാണ്. ഈ നമ്പർ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വല്ലതും പിടികിട്ടുന്നുണ്ടോ? 1.9999999 ഇങ്ങനെ പോയി 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 1.9 കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റി ആണോ? അല്ല, എത്രലോട്ട് ചെന്ന് നിൽക്കും? 2ലോട്ട് ചെന്ന് നിൽക്കും. എവിടെ ചെന്ന് നിൽക്കും? അപ്പൊ നമ്മൾ പഠിക്കേണ്ട സംഗതി നോക്കാം, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. √2ന്റെ
ഏകദേശ വില. എങ്ങനെ വായിക്കുന്നത്? അപ്രോക്സിമേറ്റ് വാല്യൂ. എന്താ പറയും? അപ്രോക്സിമേറ്റ് വാല്യൂ 1.41421 എക്സെട്ര. ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വെക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം. അപ്പൊ ഈ √2 വില നമ്മൾ അല്പം മുമ്പേ പറഞ്ഞു. 1 വലുതാണ്, 2 ചെറുതാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് എത്രയാണ് ആ വില? 1.4141 എക്സെട്ര ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കണക്ക് ചെയ്യാൻ വേണ്ടി തൽക്കാലം വേണ്ടി ഇവിടെ വരെ പഠിച്ചു വെച്ചാൽ മതി. 1.414 എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ √2 ഏകദേശ വില, അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാണ്? 1.414 ആണ്. 1. ഇതേപോലെ തന്നെയുള്ള ദിയക്ക് ആ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു നമ്പരാണ് √3. ആരാണ്? ഈ √3ക്ക് ഒരു ഏകദേശ വിലയുണ്ട്. ഈ √3ക്ക് എന്തുണ്ട്? ഒരു ഏകദേശ വിലയുണ്ട്. അത് എത്രയാണെന്ന് അറിയാമോ? 1.73 205. നമ്മളോട് പഠിച്ചു വെക്കേണ്ടത് √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.732 വരെ പഠിച്ചു വെക്കണം. 1.73 വരെ ആയാലും കുഴപ്പമില്ല. 1.73 വരെ ആയാലും. അപ്പൊ നോക്കാം, പ്രോബ്ലത്തിന് വേണ്ടി നിങ്ങൾ 2 ആളുകളുടെ വില പഠിച്ചാൽ മതി. ആരുടെയൊക്കെ? ഒന്ന്, √2 ഏകദേശ വില എത്രയാണ്? √3യുടെ ഏകദേശ വില 1.732. അത്രയും കാര്യം ക്ലിയർ ആയോ? ഒരു കാര്യം കൂടെ പഠിച്ചാൽ നമുക്ക് ഇന്നത്തെ നോട്ട് അവസാനിപ്പിക്കാം. അതോടാകുമ്പോ സെക്ഷൻ 2 തീർന്നു. പിന്നെ നമുക്കൊരു 3 കണക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ചാൽ മതി. സംഗതി വായിച്ചാട്ടെ, നോട്ട് വായിച്ചാട്ടെ. എന്താണ് അടുത്തത്? √x is the side of a square of area x for any positive number x. വല്ല മനസ്സിലായോ? ഇല്ല, ബോർഡിലേക്ക്. എന്താണ് നോട്ട് എന്ന് വെച്ചാൽ, ഒരു സ്ക്വയർ. ആരെ കുറിച്ചാണ്? ഒരു സ്ക്വയർ. ശ്രദ്ധിച്ചിരിക്കണം. ആരെ കുറിച്ചാണ്? ഈ സ്ക്വയറിന്റെ ഏരിയ എക്സ് ആണ്. ഈ സ്ക്വയറിന്റെ ഏരിയ എക്സ് ആണ്. ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? എക്സ് ആണ്. ഈ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? ആ എക്സ് എന്ത് നമ്പരാണ്? ഒരു പോസിറ്റീവ് നമ്പരാണ്. ഈ എക്സ് എന്ത് നമ്പരാണ്? അപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? എക്സ് ആണ്. ആ എക്സ് എന്ത് നമ്പരാ? അങ്ങനാണെങ്കിൽ ഈ സ്ക്വയറിന് ഒരു സൈഡ് ഉണ്ടല്ലോ. ആ സൈഡ് എന്ത് വരും നിങ്ങളുടെ അഭിപ്രായത്തിൽ? 1 സൈഡ് ഈക്വൽ √x. 1 സൈഡ് ഈക്വൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്ക്വയറിന്റെ ഏരിയ 1 ആണെന്ന് വിചാരിക്കാം. സ്ക്വയറിന്റെ ഏരിയ 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എന്തോ വരും? √1. അതെത്ര? 1. സ്ക്വയറിന്റെ ഏരിയ 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ ഒരു സൈഡ് √2. സ്ക്വയറിന്റെ ഏരിയ 3 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ ഒരു സൈഡ് √3. സ്ക്വയറിന്റെ ഏരിയ 4 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ 1 സൈഡ് √4. √4 എത്ര? √4 2 എത്രയാണ്? ഇനി സ്ക്വയറിന്റെ ഏരിയ 5 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ ഒരു സൈഡ് √5. സ്ക്വയറിന്റെ ഏരിയ 10 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ ഒരു സൈഡ്
√10. ഇത്രയും കാര്യം പിടി കിട്ടിയോ? അപ്പൊ ഇന്ന് പഠിച്ചതിനകത്ത് നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ആരുടെയൊക്കെ വില? √2 ഏകദേശ വിലയും √3 ഏകദേശ വിലയും മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ദയക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ, ശരി. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഞായറാഴ്ചത്തെ ക്ലാസ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് എക്സസൈസ് പഠിക്കും. അതെ, നമ്മുടെ റെഗുലർ ടൈം ടേബിൾ ഞായറാഴ്ച 4 മണി മുതൽ